ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സാന്ത്വനം 2 സീരിയലിന്റെ അടുത്ത ആഴ്ച മുഴുവൻ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ ഇനി വരുന്ന ആഴ്ച കാണിക്കാൻ പോണത് അങ്ങനെ അനു സത്യങ്ങളൊക്കെ ജീവനോട് തുറന്നു പറയാൻ വേണ്ടി പോകാട്ടോ. അങ്ങനെ ജീവൻ ഇവർ പറഞ്ഞ സ്ഥലത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അനു പേടിച്ച് ജീവന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ജീവൻ ചോദിക്കുന്നുണ്ട്, എന്താടോ തനിക്ക് എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത്, തനിക്ക് ഇപ്പോഴും പറയാനായിട്ട് വാക്കുകൾ കിട്ടുന്നില്ലല്ലേ, ടെൻഷൻ ആകുന്നുണ്ടോ എന്ന് ചോദിക്കണം. അനു അതേന്ന് മറുപടി പറയുമ്പോഴേക്കും ജീവൻ പറയുന്നുണ്ട്, താൻ പേടിക്കൊന്നും വേണ്ട, നോക്ക് താൻ എന്റെ നല്ലൊരു സുഹൃത്തായിട്ട് കാണാ, അപ്പോ തനിക്ക് എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ സാധിക്കും, മനസ്സിലായോ? താൻ എന്ത് വേണമെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞോടോ, ഞാനില്ലേ കേൾക്കാനായിട്ട് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ അനുക്ക് നല്ലൊരു സമാധാനം ആവുന്നുണ്ട്. അനു പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ പറയുന്ന കാര്യം ജീവൻ എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല, എന്തായാലും ഞാൻ തുറന്നു പറയാണ്. കാരണം നമ്മൾ രണ്ടുപേരും ഒരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ രണ്ടുപേരുടെ മനസ്സിൽ ഒരു രഹസ്യങ്ങളും പാടില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് നല്ല കാര്യം തന്നെയാണ്, താൻ എന്താണെങ്കിലും പറഞ്ഞോ എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന അനു പറയുന്നുണ്ട്, അത് എനിക്ക് മുമ്പൊരു അഫെയർ ഉണ്ടായിരുന്നു. മാമന്റെ മോനാണ്, അലോക് എന്നാണ് പേര്. പക്ഷെ അവൻ എന്നെ ചതിക്കുമായിരുന്നു. രണ്ടു കുടുംബങ്ങളും തമ്മിലുള്ള ശത്രുത കൂട്ടാൻ വേണ്ടിയിട്ട് എന്നെ ഉപയോഗിച്ചതായിരുന്നു അവൻ. അവൻ വെറുതെ പ്രണയം കാണിച്ച് അഭിനയിക്കായിരുന്നു. ശത്രുത എന്റെയും അതുപോലെ തന്നെ കൃഷ്ണമംഗലം എന്നാണ്. അപ്പൊ ആ കുടുംബം, നമ്മുടെ കുടുംബം ദേവമംഗലം, രണ്ടു കുടുംബവും തമ്മിലുള്ള ശത്രുതക്ക് വേണ്ടിയിട്ട് വെറുതെ എന്നെ പ്രണയം കാണിച്ച് അഭിനയിക്കായിരുന്നു അവൻ. അത് പിന്നീട് മനസ്സിലായപ്പോ ആ ബന്ധം വേണ്ടെന്ന് വെച്ചും ചെയ്തു. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അത് കേൾക്കുന്ന ജീവൻ പൊട്ടിച്ചിരിക്കുകയാണ്. ഈശ്വര, ഇതാണ് തനിക്ക് പറയാനുണ്ടായിരുന്നത്? അതെ. ഓ, ഞാൻ വിചാരിച്ചു താൻ വല്ല കൊല ചെയ്തിട്ട് ജയിൽ പുള്ളിയായിരുന്നു, അല്ലെങ്കിൽ താൻ വല്ല പരോളിന് ഇറങ്ങിയ ചില ജയിൽ പുള്ളിയാണോ, അല്ലെങ്കിൽ വല്ല ബോംബ് വെച്ചെടുത്ത് വല്ല ശതം കൊണ്ട് ബോംബ് വെച്ചോ, അങ്ങനെ വലിയ വലിയ കുറ്റകൃത്യം ചെയ്തിട്ട് എന്നോട് എന്തോ പറയാൻ വരുന്ന പോലെ ടെൻഷനായിരുന്നു അനു എനിക്ക്. സത്യം പറഞ്ഞാൽ ഇപ്പൊ എന്തോ ഒരു കുളിർമഴ വീണ പോലത്തെ ഒരു അനുഭൂതിയാണ്. എടോ, ഇതൊക്കെ ഒരു വലിയ കാര്യമാണോ? ഇതൊന്നും പറയേണ്ട കാര്യം പോലും ഇല്ല. അങ്ങനെയല്ല ജീവൻ, നമ്മൾ രണ്ടുപേരും എല്ലാ കാര്യങ്ങളും പരസ്പരം അറിഞ്ഞിരിക്കണം. എന്തായാലും താൻ ഇത് പറഞ്ഞപ്പോ എനിക്ക് തന്നോടുള്ള ഇഷ്ടം കൂടുകയാണ് ചെയ്തത്. എടോ, ഒരു മനുഷ്യ ജീവൻ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഒരു കാലഘട്ടം ആവുമ്പോ, ഒരു പ്രായമാകുമ്പോ പരസ്പരം ചിലപ്പോ ഒരു പ്രണയം കാര്യങ്ങളൊക്കെ തോന്നിയെന്ന് വരും. അങ്ങനെ തോന്നിയില്ലെങ്കിലാണ് കുഴപ്പമുള്ളത്. ഇപ്പൊ തനിക്കൊരു പ്രണയം തോന്നി, അത് എങ്ങനെയാ തോന്നിയത്? തന്നെ അവൻ മുതലെടുക്കായിരുന്നില്ലേ? കുടുംബങ്ങളുടെ ശത്രുത കൂട്ടാൻ വേണ്ടി തന്നോട് അവൻ പ്രണയം നടിച്ചതായിരുന്നില്ലേ? ഇതൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പൊ താനിനോട് പറഞ്ഞുകൊണ്ട് അവന്റെ സ്വഭാവം എനിക്കും കൂടി മനസ്സിലാവുകയാണ് ചെയ്തത്. ഇപ്പൊ താനിനോട് പറഞ്ഞുകൊണ്ട് തന്നോട് ഞാൻ തുറന്നു പറയാം, എനിക്കിങ്ങനെ ആത്മാർത്ഥ പ്രണയം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടോന്ന് ചോദിച്ചാൽ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു അഫെയർ ഉണ്ടായിരുന്നു. പക്ഷെ ആ പെൺകുട്ടി വേറൊരു കാസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ അത് സമ്മതിച്ചില്ല. പിന്നെ അങ്ങനെ അഫെയറും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ആകെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അറിയാലോ, എന്റെ വീട്ടിൽ ആന്തരിയായിട്ട് ഞാൻ തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അച്ഛന് ഒരു പ്രായമായപ്പോ അച്ഛനെ ബുദ്ധിമുട്ടിപ്പിക്കാതെ ഞാൻ തന്നെയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയത്. പക്ഷെ എന്നാലും തന്നെ പോലത്തെ ഒരു പ്രണയം എനിക്കും ഉണ്ടായിരുന്നു, അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അതും ഇതുപോലെ തന്നെ ഒരു ജാതിയും കാര്യങ്ങളൊക്കെ വന്നപ്പോഴേക്കും അത് അങ്ങോട്ട് പോയി, അത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഇപ്പൊ തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? ഞാൻ ഓക്കെയാണ്, ഇപ്പൊ ഡബിൾ ഓക്കെയാണ് കേട്ടോ. താൻ എല്ലാ കാര്യങ്ങളോട് തുറന്നു പറഞ്ഞപ്പോഴേ തന്നോടുള്ള ഇഷ്ടം കൂടുകയാണ് ചെയ്തത് എന്ന് പറയുമ്പോ അനുക്ക് ഭയങ്കര സന്തോഷാവാട്ടോ. അത് അവരുടെ ചിരിച്ചോടുള്ള സംസാരം കേൾക്കുമ്പോൾ മിത്രക്കും മീനാക്ഷിക്കും സന്തോഷാവാണ്. അനു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതൊരു പോസിറ്റീവ് രീതിയിലാണ് നമ്മുടെ ജീവൻ എടുത്തെന്നുള്ള കാര്യം മിത്രക്കും മീനാക്ഷിക്കും മനസ്സിലായി. മീനാക്ഷി മിത്രടുത്ത് പറഞ്ഞിട്ട്, നീ ഇങ്ങോട്ട് വന്നേ മിത്രേ എന്ന് പറഞ്ഞിട്ട് ജീവന്റെ അടുത്തേക്ക് പോവാണ്. ജീവൻ, ഇവള് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അല്ലെ? പറഞ്ഞു. ഇത് പറയാനായിട്ടായിരുന്നു ഇയാൾ ഇത്ര ബുദ്ധിമുട്ടിയത്? അപ്പം ഇത്ര പറയുന്നുണ്ട്, അതല്ല ജീവൻ, അവൾക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു കെട്ടാൻ പോകുന്ന ആളത്തെ എല്ലാം ഞങ്ങൾ തുറന്നു പറയണമെന്ന്, അതുകൊണ്ടാണ് അവള് തുറന്നു പറഞ്ഞത്. മീനാക്ഷി പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ അതൊരു പ്രണയബന്ധമൊന്നും പറയാൻ പറ്റുന്നില്ല ജീവൻ, ഞാൻ സത്യം എല്ലാ കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ട് തുറന്നു പറയാ കേട്ടോ. കാരണം അനു ഞങ്ങളുടെ കുഞ്ഞു പെങ്ങളല്ല, ഞങ്ങളുടെ കുഞ്ഞു മകളെ പോലെയാണ്. അവൾ ഇതുവരെ അങ്ങനെ വീണിട്ടില്ല. പിന്നെ കുടുംബങ്ങളുടെ ശത്രുത ഇതുകൊണ്ട് മാറും, രണ്ടുപേരും പ്രണയിച്ച് വിവാഹം കഴിക്കണം, കുടുംബങ്ങളുടെ ശത്രുത മാറോന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ പ്രണയിച്ചത്, പ്രണയത്തിൽ വീഴ്ത്തി തന്നെ. അവൾ അത് വിശ്വസിച്ചും ചെയ്തു. എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്തായാലും കൃഷ്ണമംഗലത്തെ കുറിച്ച് ഏകദേശം രൂപമൊക്കെ കിട്ടി. മിത്ര പറയുന്നുണ്ട്, കൃഷ്ണമംഗലം എന്ന് പറയുന്നത് ആ വീട്ടിലൊരു അംഗമാണ് ഞാൻ, അതും അനു പറഞ്ഞിരുന്നു എന്നൊക്കെ പറയാണ്. എന്തായാലും എനിക്ക് നിങ്ങളുടെ കുടുംബം എല്ലാവരും ഭയങ്കര ഇഷ്ടമായിട്ടോ. അനുവിന് ഇഷ്ടമായി, അനുവിനെ പോലെ തന്നെ കുടുംബത്തിലെ എല്ലാവരും ഓരോരുത്തരെയും എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറയാണ്. അപ്പോ നമുക്കൊരു ചായ കുടിച്ചിട്ടെന്നാ പിരിഞ്ഞാലോ എന്ന് ജീവൻ ചോദിക്കുമ്പോ, അയ്യോ ജീവൻ, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാ വന്നത്, പിന്നെ എനിക്കങ്ങ് ഓഫീസിൽ പോകാൻ സമയമായി, വിളിച്ചോണ്ടേ ഇരിക്കുകയാണ് എന്ന് മീനാക്ഷി പറയാണ്. എന്ന് ഞാൻ പോയിക്കോട്ടെ, നിങ്ങൾ ചായ കുടിച്ചിട്ട് പതുക്കെ വന്നാൽ മതി എന്ന് പറയാണ്. അങ്ങനെ മീനാക്ഷി പോകണ്ട്. പിന്നെ മിത്രയും നമ്മുടെ ജീവനും അനുവും കൂടി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പരസ്പരം പിരിഞ്ഞു പോകാട്ടോ. മിത്ര പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിച്ചോ. അങ്ങനെയൊന്നും ഇല്ല, ഇനിയിപ്പോ ഫോണൊക്കെ ഉണ്ടല്ലോ, ഫോണൊക്കെ വിളിച്ച് സംസാരിച്ചോളാം എന്ന് പറയാണ്. എങ്കിൽ ഞങ്ങൾ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ ജീവനും ഭയങ്കര സന്തോഷമാവാട്ടോ. അതിനുശേഷം കാണിക്കുന്നത് അലോകിനെയാണ്. അലോകാണെന്നുണ്ടെങ്കിൽ സുകന്യന
ഒരു സ്ഥലത്ത് വെച്ചിട്ട് കാണുക കേട്ടോ. സുകന്യ അടുത്ത് പറയണ്ടേ എന്തൊക്കെ സംഭവിച്ചാലും ശരി ആ ജീവന്റെ വീട്ടുകാരി ഈ ബന്ധത്തിൽ നിന്ന് ഒഴിയണം. എന്തായാലും ദേവമംഗലത്തുള്ളവർ ഈ ബന്ധത്തിൽ നിന്ന് ഒഴിയാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അവരായിട്ട്, അതായത് പയ്യന്റെ വീട്ടുകാരായിട്ട് തന്നെ ഈ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞേ പറ്റൂ എന്ന് പറയുമ്പോഴേക്കും സുകന്യ പറയണ്ട അവരങ്ങനെ ഒഴിഞ്ഞു തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ആ പയ്യനെ അത്രക്കും ഇഷ്ടമായി അനുമോളെ എന്ന് പറയാണ്. അലോക് പറയുന്നുണ്ട്, സുകന്യ ചേച്ചി ഞാൻ ചേച്ചിയുടെ കാര്യം പറയാം, അനു എന്റെ മാത്രമാണ്, അവൾ എന്റെ മാത്രമാണ്. എടാ അങ്ങനത്തെ ഒരു വിചാരം നിനക്ക് ഉണ്ടായിരുന്നെങ്കിൽ നീ അതുപോലെ പെരുമാറണമായിരുന്നു എന്ന് പറയുമ്പോൾ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല സുകന്യ ചേച്ചി, എങ്ങനെയെങ്കിലും ഈ വിവാഹബന്ധം മുടക്കിയേ പറ്റൂ, അനുവിനെ എനിക്ക് തന്നെ വേണം, അനുവിനെ വിവാഹം കഴിച്ചേ പറ്റൂ എനിക്ക് എന്ന് പറഞ്ഞിട്ട് നിൽക്കാണ് അലോക്. അപ്പൊ അലോക് പറയണ്ട്, നോക്ക് സുകന്യേച്ചെടുത്ത് അവസാനവും ആയിട്ട് ഞാനൊരു കാര്യം പറയാം, ഈ വിവാഹബന്ധം മുടക്കിയില്ല എന്നാണെന്നുണ്ടെങ്കിൽ സുകന്യേച്ചിയുടെ പഴയ രഹസ്യബന്ധം ഉണ്ടല്ലോ, ഫസ്റ്റ് വിവാഹം കഴിഞ്ഞാണെന്ന്, അത് ദേവമംഗലത്തെ എല്ലാവരും അറിയും, കൃഷ്ണമംഗലത്തെ ആൾക്കാരും എല്ലാവരും അറിയും, നാട്ടുകാരും അറിയും, നോക്കിക്കോ എന്ന് പറയുമ്പോടാ അലോകെ നീ എന്നെ ചതിക്കല്ലേടാ, എന്നാ നീ ചേച്ചി ഒരു കാര്യം ചെയ്, ഈ വിവാഹബന്ധം എങ്ങനെയെങ്കിലും മുടക്ക്, ശരി ഞാനൊന്ന് ട്രൈ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനുവിന്റെ ഫോണിൽ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ ജീവന്റെ മൊബൈൽ നമ്പർ എടുക്കാൻ വേണ്ടി നോക്കാണ് സുകന്യ കേട്ടോ. കാരണം ജീവനെ വിളിച്ചിട്ട് അലോകും അതുപോലെ തന്നെ നമ്മുടെ അനുവും തമ്മിൽ വേണ്ടാത്തൊരു ബന്ധം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടാണ് സുകന്യ അങ്ങനെയൊക്കെ ചെയ്യണത്. അങ്ങനെ സുകന്യ അനുവിന്റെ ഫോണിൽ നിന്ന് നമ്മുടെ ജീവന്റെ മൊബൈൽ നമ്പർ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് വേറൊരു അൺനോൺ നമ്പറിൽ നിന്നുള്ള രീതിയിൽ മെസ്സേജ് അയക്കുകയാണ്. ഈ അനു എന്ന് പറഞ്ഞ പെൺകുട്ടി അത്ര നല്ലവളൊന്നും അല്ല, വിവാഹം മുടക്കാൻ വേണ്ടി ഞാൻ പറയല്ല, സത്യമായിട്ടുള്ള കാര്യമാണ്, നിങ്ങളെ നാട്ടിലൊന്ന് അന്വേഷിച്ച് നോക്കുക, അലോകായിട്ട് കറങ്ങാൻ പോകുന്ന സ്ഥലം ഒന്നുമില്ല, പിന്നെ അവളെ കാണാൻ വേണ്ടി വീട്ടിൽ വന്ന സമയത്ത് പാതിരാത്രി അവനെ പൊക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ അയക്കുവാട്ടോ. പക്ഷെ ജീവന്റെ സ്വഭാവം വെച്ച് ജീവൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ദേവമംഗലംകാരെ അറിയിക്കുകയാണ് ചെയ്യണത്. കാരണം ഇങ്ങനത്തെ ഒരു നമ്പറിൽ നിന്ന് വിവാഹം മുടക്കാൻ വേണ്ടി ഒരാൾ ശ്രമിക്കുന്നുണ്ടെന്നുള്ള കാര്യം തുറന്നു പറയും നമ്മുടെ ജീവൻ. അതായത് അനുവിന്റെയും എന്റെ വിവാഹം മുടക്കാൻ വേണ്ടി നിങ്ങളുടെ ശത്രുക്കൾ തന്നെയായിരിക്കും ഇതിനെ പിന്നിൽ കളിച്ചെന്ന് ജീവൻ പറയും. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ബാലനെ മനസ്സിലാവും കൃഷ്ണമംഗലത്ത് ആരുമാണ് പണി ഒപ്പിച്ചെന്ന്. അപ്പോഴും സുകന്യാണെന്ന് ആരും തെറ്റിദ്ധരിക്കില്ല കേട്ടോ. കൃഷ്ണമംഗലത്ത് കുറെ എണ്ണം ഉണ്ടല്ലോ, അച്യുതൻ, അതുപോലെ തന്നെ അലോക്, അവന്റെ അമ്മ, ഇവര് 3 പേരിൽ ആരെങ്കിലൊക്കെ ആയിരിക്കും ഇത് ചെയ്തെന്നാണ് മനസ്സിലാക്കുന്നത് അവര്. പക്ഷെ സുകന്യാണ് ഇതിനെ പിന്നിലുള്ള കാര്യം ഒരാൾക്ക് മനസ്സിലാവും, ആർക്കാണ്? ധർമ്മന. അതുകൊണ്ട് തന്നെ ഈ വിവാഹം മുടങ്ങാതിരിക്കാൻ ധർമ്മൻ സുകന്യയുടെ കയ്യും കാലും അടിച്ചു കൂട്ടി ഒരു മൂലക്കെട്ടിട്ടാണെങ്കിലും കുഴപ്പമില്ല, അവള് ഒരിക്കലും വിവാഹം മുടക്കാൻ പറ്റുന്ന ഒരു തീരുമാനം നമ്മുടെ ധർമ്മൻ എടുക്കും. മാത്രല്ല ജീവനിനെ അനുവിനെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ മോശം പറഞ്ഞാലും വിശ്വസിക്കാൻ പോകുന്നില്ല. മിക്കവാറും മലയാളത്തിൽ ജീവൻ തന്നെയായിരിക്കും നമ്മുടെ അനുവിനെ വിവാഹം കഴിക്കാട്ടോ. കാരണം തമിഴില് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ അത്ര വലിയ ജീവൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് അത്ര വലിയ പ്രസക്തി ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ അനു സത്യങ്ങളൊന്നും ജീവനോട് പറഞ്ഞിട്ടുമില്ല. ഇതില് സത്യങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ടും ജീവൻ ഒരു മാന്യനായത് കൊണ്ട് തന്നെ മിക്കവാറും ജീവൻ തന്നെ അനുവിന് വിവാഹം കഴിക്കുമായിരിക്കും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഫ്രണ്ട്സ്. ഇനി വരുന്ന ആഴ്ച നല്ല അടിപൊളി ആഴ്ചയുടെ അനുമോളുടെ വിവാഹത്തിന്റെ ഭാഗങ്ങളാണ് നമുക്ക് കാണിക്കാൻ പോണത്. അപ്പൊ അതുകൊണ്ട് തന്നെ വീക്കെൻഡ് പ്രൊമോ വന്നിട്ടില്ല, വീക്കെൻഡ് പ്രൊമോ വരുമ്പോൾ അതിന്റെ റിവ്യൂ ഇടുന്നതായിരിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.